ചികിത്സാ പിഴവിനെ തുടർന്ന് കൈ മുറിച്ചു മാറ്റിയ പാലക്കാട്ടെ 9 വയസ്സുകാരിക്ക് സർക്കാർ സഹായം നൽകുന്നില്ലെന്ന് കുടുംബം. 1 മാസമായി കുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തുടർ ചികിത്സയിലാണ്. ഭക്ഷണത്തിനുൾപ്പെടെ പണമില്ലെന്നും വീടിന്റെ വാടക കൊടുക്കാൻ പോലും സാധിക്കുന്നില്ലെന്നും കുട്ടിയുടെ അമ്മ പ്രസീത മീഡിയ വണിനോട് പറഞ്ഞു. ഒരു മാസം മുമ്പ് പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ചികിത്സാ പിഴവ് മൂലം ഒരു 9 വയസ്സുകാരിയുടെ കൈ മുറിച്ചു മാറ്റിയ സംഭവം നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. ആ സംഭവത്തിന് ശേഷം, അതായത് കുട്ടി ഇപ്പോഴും ചികിത്സയിലുള്ളത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ്. കുട്ടിയുടെ ചികിത്സ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 5 സർജറിയോളം ഇതുവരെ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ അവർക്ക് ആ സമയത്ത്, അതായത് ഈ ചികിത്സാ വീഴ്ച ഉണ്ടായ സമയത്ത് ചില പ്രഖ്യാപനങ്ങൾ മന്ത്രിയുടെയും അതോടൊപ്പം തന്നെ മറ്റു ആളുകളുടെ ഭാഗത്തുണ്ടായി. സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഇവർക്ക് നഷ്ടപരിഹാരം നൽകാം, അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ കുട്ടിയുടെ പഠനത്തിനടക്കം സഹായം നൽകാമെന്നുള്ള അറിയിപ്പുകൾ, അത്തരത്തിലുള്ള അറിയിപ്പുകൾ നേരത്തെ നൽകിയെങ്കിലും അതൊന്നും പാലിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് രംഗത്തിരിക്കുകയാണ് ഇപ്പോൾ കുട്ടിയുടെ മാതാവ് പ്രസീത നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ആ സമയത്ത് ആരോഗ്യമന്ത്രിയൊക്കെ പറഞ്ഞത് സഹായം ഉണ്ടാകുമെന്നുള്ളതാണ്. പിന്നീട് അങ്ങനെ അറിയിപ്പോ അങ്ങനെ അവർ ബന്ധപ്പെടുകയൊന്നും ചെയ്തില്ല. ആരും വിളിച്ചിട്ടില്ല, നമ്മൾ ആരും ഇപ്പോൾ ബന്ധപ്പെട്ടിട്ടില്ല. അവരെല്ലാവരും സഹായിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത്ര ദിവസമായി 32 ദിവസമായി ഞങ്ങളിപ്പോൾ ഹോസ്പിറ്റലിൽ നമുക്ക്, പക്ഷെ ഒന്നും സഹായിച്ചിട്ടില്ല. ഫോണിൽ വിളിച്ചു ചോദിച്ചു ആരെങ്കിലും എന്താണ് കുട്ടിയുടെ അവസ്ഥ എന്നുള്ളത്? നമ്മുടെ ബിജു MLA ബിജു നമ്മുടെ നെന്മാറ മണ്ഡലം MLA വിളിച്ചിട്ടുണ്ടായിരുന്നു. അവർ ചോദിക്കുമായിരുന്നു. പിന്നെ അവർ എന്തോ പേപ്പറൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നെ വേറെ ആരും വിളിച്ചിട്ടില്ല നമ്മളെ. എങ്ങനെയുണ്ട് കുട്ടിയുടെ അവസ്ഥ ഇപ്പോൾ? കുട്ടിയുടെ അവസ്ഥ പറഞ്ഞപ്പോൾ കുഴപ്പമില്ലാന്നുമില്ല, വേദനയുണ്ട്. ഇപ്പൊ തന്നെ ഐസിയിലാണ്. അപ്പൊ അവള് ചോദിക്കുന്നത് നമ്മുടെ ആ കൈയിന്റെ കാര്യമാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അവളിപ്പോ കൈ അമ്മ എനിക്ക് കൈ കിട്ടുമോ വേണം ചോദിക്കണം. പക്ഷെ നമുക്ക് നമ്മുടെ ഗവൺമെന്റിൻ്റെ നിന്നോ വേറെ ആൻ്റെ നിന്നോ നമുക്കിപ്പോൾ ഒന്നും കിട്ടുന്നില്ല. അപ്പം മരുന്ന് മാത്രം പറഞ്ഞ് ഫ്രീ ഉള്ളൂ, ബാക്കിയൊന്നും നമുക്കില്ല. ഭക്ഷണം വാങ്ങണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കാൻ പറഞ്ഞ് പഠിക്കും. പിന്നെ രാവിലെയും നമ്മൾ കടയിൽ നിന്ന് പഠിക്കണം, വൈകിട്ട് നമ്മൾ കടയിൽ നിന്നാണ് പഠിക്കണം. 32 ദിവസമായി നമ്മ ഹോസ്പിറ്റലായിട്ട്. ജോലിക്ക് പോയിരുന്നല്ലോ? അല്ല, പോയിട്ടില്ല. ഒരു 32 ദിവസം നമ്മ ഇവിടെ വന്നപ്പോൾ തൊട്ട് പണിക്ക് പോകാൻ പറ്റിയിട്ടില്ല. പിന്നെ അവളുടെ പഠിപ്പ് എന്തായാലും പോയി. പിന്നെ ഇനി ചെറിയ കുട്ടികളുണ്ട്, 2 പിഞ്ചു കുട്ടികൾ. അവര് പിന്നെ അവിടെ ആയതുകൊണ്ട് ഭയങ്കര കരച്ചിലാണ്. കുട്ടികളെ കാണാൻ പറ്റില്ല. പിന്നെ അവർക്ക് നമ്മളെയും കാണാൻ പറ്റാണ്ട് കരയാണ്. അപ്പോൾ ഇന്ന് വരും, അവര് ഇന്ന് കൂട്ടിട്ട് വരും. നമ്മളിപ്പോ കൂടെ തന്നെ ഇരിക്കണം, അതുകൊണ്ട് പണിക്കൊന്നും പോകാൻ പറ്റില്ല. അപ്പൊ 32 ദിവസമായി നമുക്ക് വീട്ടിലിരിക്കുന്നതുകൊണ്ട് വാടക കൂടുകയാണ്, ഓട്ടോ ചാർജ് എല്ലാം. നമുക്ക് ഇനി അവിടെ പോയാലേ എല്ലാം അറിയുള്ളൂ, കറണ്ട് ബില്ല് അത് ഇത് എല്ലാം. പക്ഷെ ഇവര് നമുക്ക് ഗവൺമെന്റിൽ നിന്ന് കിട്ടും പറഞ്ഞിട്ടാണ് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നത്. പക്ഷെ നമ്മൾ ആരും ഇപ്പോൾ ഒരു പ്രതീക്ഷയും ഇല്ലാത്ത പോലെ ആക്കുകയാണ്. കാരണം നമുക്കൊന്നും കിട്ടുമോ എന്നൊന്നും നമുക്കറിയില്ല. ഇനി അവളുടെ കൈയിൻ്റെ കാര്യം നമുക്കൊന്നും അറിയില്ല. അമ്മ എൻ്റെ കൈ പോയില്ലമ്മ, അമ്മ കൈ പോയില്ലേ കൊണ്ട് ഭയങ്കര കരച്ചിലാണ്. ഒരാൾ തൊടാൻ വിടില്ല, ഒരു ഇഞ്ചക്ഷൻ പോലും കുത്താനായിക്കില്ല. കാരണം അവൾക്ക് പേടി വന്നു, ഭയങ്കര പേടിയായി. വന്ന് അവള് നേഴ്സുമാരെങ്കിലും വന്നാലും ഭയങ്കര പേടിയോടെ വിറക്കിയൊക്കെ ചെയ്യുന്നവള്. ഭയങ്കര പേടിയാണ് ഇപ്പോൾ. ആര് വന്നാലും അമ്മ നമുക്ക് പോവുക, അങ്ങനെ എനിക്ക് പേടിയമ്മ, എന്നെ തൊടണ്ടമ്മ, ഡോക്ടർമാർ തൊടണ്ട, അങ്ങനെ ഇങ്ങനെയൊക്കെ എന്താണ് പറഞ്ഞ് കൈ മുറിച്ചതിലൂടെ അവൾക്ക് പേടി ഭയങ്കരമായി വന്നു. അതാണ് ഈ ഡോക്ടർമാരുടെ ചികിത്സാ പിഴവ് മൂലം 9 വയസ്സിൽ ചെറിയ പ്രായത്തിൽ തന്നെ കൈ നഷ്ടപ്പെട്ട ഒരു കുഞ്ഞിൻ്റെ മാതാവിൻ്റെ വാക്കുകളാണ് കേട്ടത്. അവർ പറയുന്നത് അവർക്ക് മുന്നോട്ട് പോകാൻ ഒരു ചെറിയ തൊഴിലെടുത്ത് ജീവിക്കുന്ന, അതായത് സാധാ കൂലിപ്പണി എടുക്കുന്ന ഭർത്താവായിരുന്നു അവർക്കുള്ള അച്ഛൻ, അതായത് ഈ കുട്ടിയുടെ അച്ഛൻ. അവർക്ക് ജോലിക്ക് പോകാൻ സാധിക്കുന്നില്ല. ആ രീതിയിൽ ഇവരുടെ ചിലവുകളൊന്നും തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് അധികൃതർ ഇടപെട്ട് ഇതിനൊക്കെ ഒരു പരിഹാരം കാണണമെന്നുള്ളൊരു ആവശ്യമാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. സർക്കാർ നൽകിയ ഉറപ്പുകൾ പാലിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പ് ഇവർക്ക് ലഭിക്കേണ്ടതുണ്ട്. ആ കാര്യത്തിൽ കൂടി ഒരു പ്രതികരണം അല്ലെങ്കിൽ അധികൃതരുടെ ഭാഗത്തുണ്ടാകണം എന്നുള്ളൊരു ആവശ്യമാണ് ഈ മാതാവ് മുന്നോട്ട് വെക്കുന്നത്. ക്യാമറമാൻ ജിഷ്ണു മീനങ്ങാടിക്കൊപ്പം സലാം മുഹമ്മദ്, മീഡിയ വൺ, കോഴിക്കോട്. കൂടുതൽ വിവരങ്ങളുമായി സലാം മുഹമ്മദും സാജിദ് അജ്മലുമാണ് ചേരുന്നത്. സലാം മുഹമ്മദിലേക്ക്. സലാം, സർക്കാർ ഈ കുടുംബത്തിന് നേരെ കണ്ണടച്ചിരിക്കുകയാണ്, തിരിഞ്ഞു നോക്കിയിട്ടില്ല. അന്ന് വിവാദമുണ്ടായപ്പോൾ വലിയ വാഗ്ദാനങ്ങളൊക്കെ നൽകിയിരുന്നു. ഇന്നിപ്പോൾ ഈ കുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ICUവിൽ ചികിത്സയിൽ തുടരുന്നുവെന്നാണ് പറയുന്നത്. ചികിത്സ പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ബുദ്ധിമുട്ടിലാണോ ഈ കുടുംബം? ആ കുട്ടിയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടിട്ടുണ്ടോ? സലാം.
ഇപ്പൊ നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് ഈ കുട്ടി ചികിത്സയിലുള്ളത്. ഇന്ന് 32ാമത്തെ ദിവസമാണ്. ഇതുവരെ കുട്ടിക്ക് 5 സർജറിയാണ് കഴിഞ്ഞത്. ആ രീതിയിൽ ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ മരുന്നുകൾ സൗജന്യമായി ലഭിക്കുന്നുണ്ട്. എന്നാൽ ഇവരുടെ ചിലവിനായി മറ്റു തുക ഈ സർക്കാർ നേരത്തെ സഹായങ്ങളൊക്കെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. ഇവരുടെ കൂടെ ഉണ്ടാകുമെന്നുള്ള ഉറപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. ആരോഗ്യമന്ത്രി തന്നെ ഈ കുട്ടിയുടെ കുടുംബത്തിനൊപ്പം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പ് നൽകിയിരുന്നു. എന്നാൽ ആ ഉറപ്പ് പാലിക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല. അതോടൊപ്പം തന്നെ കുട്ടിയുടെ ഈ ഭക്ഷണത്തിനും, അതായത് ഈ കുട്ടിയുടെ ഒപ്പം താമസിക്കുന്നത് മാതാവും പിതാവുമാണ്, അവരുടെ ഭക്ഷണം, അതുപോലെ കുട്ടിയുടെ ഭക്ഷണം, ആ രീതിയിൽ മറ്റു ചിലവുകൾക്കൊന്നും തന്നെ ഇപ്പോൾ ഒരു സഹായവും ലഭിക്കാത്ത സ്ഥിതിയിലാണുള്ളത്. കൂടാതെ ഇവർ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ആ വാടക കൊടുക്കാൻ പോലും സാധിക്കുന്നില്ല. ഈ പിതാവിന് കൂലിപ്പണിക്ക് പോയാണ് കുടുംബം നോക്കിയിരുന്നത്. ആ രീതിയിൽ ഇപ്പോൾ ജോലിക്ക് പോകാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളൊരു വരുമാനം കൂടി നിലച്ച സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് വാടക കൊടുക്കാൻ പോലും വലിയ ബുദ്ധിമുട്ടാണ് ഇവർ നേരിടുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ 32ാം ദിവസത്തിൽ ഇങ്ങനെ ഒരു പ്രതികരണത്തിലേക്ക് മാതാവ് എത്തിയത്. വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് ഇവർ നേരിടുന്നത് എന്നുള്ളത് തന്നെയാണ് അവരോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. ഇനി മറ്റു കാര്യങ്ങളാണ് ഈ കുട്ടിയുടെ തുടർ പഠനം, അതുപോലെ തന്നെ ഈ സഹോദരന്മാരുടെ തുടർ പഠനം, ആ കാര്യത്തിലൊക്കെ തന്നെ ഒരു ബുദ്ധിമുട്ടുണ്ടാകാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കണം. അതിനുവേണ്ടിയാണ് ഇപ്പോൾ തങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് തുറന്നു പറയുന്നത് എന്നുള്ളത് കൂടിയാണ് മാതാവ് പറയുന്നത്. ഏതായാലും ഈ ആരോഗ്യമന്ത്രി ആ കാര്യത്തിൽ ആദ്യഘട്ടത്തിൽ, അതായത് ഈ ചികിത്സാ പിഴവാണെന്നുള്ള കാര്യം കണ്ടെത്തുകയും അതോടൊപ്പം തന്നെ ഡോക്ടർമാർക്കെതിരെ നടപടിയൊക്കെ സ്വീകരിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ അവർക്ക് സഹായങ്ങൾ ഉണ്ടാകുമെന്നുള്ളൊരു ഉറപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. ആ ഉറപ്പ് പാലിക്കണമെന്നുള്ളൊരു ആവശ്യമാണ് കുട്ടിയുടെ മാതാവ് മുന്നോട്ട് വെക്കുന്നത്. സാജിദ അജ്മൽ കൂടി ചെയ്യുന്നുണ്ട്. സാജിദ, ആ കുഞ്ഞിനെ സംബന്ധിച്ച് എന്താണ് സംഭവിച്ചത് എന്നതുപോലും ആ കുഞ്ഞിനറിയില്ല. പെട്ടെന്ന് ഒരു ദിവസം വീണ് പരിക്കേൽക്കുന്നു, പിന്നീട് കൈ മുറിച്ചു മാറ്റേണ്ടി വരുന്നു. ആ കുഞ്ഞിപ്പോഴും നിലവിളിക്കുകയാണ്, അമ്മ എന്റെ കൈ എവിടെ എന്ന് ചോദിച്ചു. അത്രയധികം ദുഃഖകരമായ ഒരു സാഹചര്യമാണ് ആ കുടുംബത്തെ സംബന്ധിച്ച് നിലനിൽക്കുന്നത്. അന്ന് ഈ വാർത്ത വന്നപ്പോൾ, ഈ ചികിത്സാ പിഴവ് പരാതി ഉയർന്നു വന്നപ്പോൾ വലിയ വാഗ്ദാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചികിത്സ സർക്കാർ ഏറ്റെടുക്കുമെന്നൊക്കെയായിരുന്നു പറഞ്ഞത്. പക്ഷേ ഒരു സഹായവും സർക്കാരിൽ നിന്ന് ഇതുവരെ ആ കുടുംബത്തിന് ലഭിച്ചിട്ടില്ലെന്നാണോ മനസ്സിലാക്കാൻ കഴിയുന്നത്? ഇന്ന് ആ കുടുംബത്തിന്റെ അവസ്ഥ എന്താണ്? ദിവ്യ, ഈ വാർത്ത പുറത്ത് വന്നതിന് പിന്നാലെ ഇത് നിഷേധിക്കുന്ന ഒരു സമീപനമാണ് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. പ്രത്യേകിച്ച് ജില്ലാ ആശുപത്രി സൂപ്രണ്ടും അവിടെയുള്ള ഓർത്തോ വിഭാഗം മേധാവിയും KGMOയുടെ നേതാക്കന്മാരും വാർത്താ സമ്മേളനം വിളിക്കുകയും ഡോക്ടർമാർക്ക് ഒരു തരത്തിലുള്ള പിഴവ് സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ഇതിന് അനുസൃതമായ 2 റിപ്പോർട്ടുകൾ DMOക്ക് കൈമാറുകയും ചെയ്തു. എന്നാൽ ഈ റിപ്പോർട്ടുകൾ കൈമാറി ഈ വാർത്താ സമ്മേളനം നടത്തിയ പിറ്റേ ദിവസമാണ് ഈ ആരോഗ്യവകുപ്പ് സെക്രട്ടറി ഈ ഡോക്ടർമാരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഉത്തരവ് ഇറക്കിയത്. ഇതിൽ ചികിത്സാ പ്രോട്ടോകോൾ ലംഘിക്കപ്പെട്ടു എന്നാണ് കണ്ടെത്തിയിരുന്നത്. അതിനുശേഷം ആരോഗ്യമന്ത്രി ഉൾപ്പെടെ കുടുംബത്തിന് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്യുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഇപ്പോഴും വലിയ പ്രയാസം, പ്രതിസന്ധി അനുഭവിക്കുകയാണ്. കുഞ്ഞിന്റെ പിതാവ് സാധാരണ കൂലിപ്പണിക്കാരനാണ്. അവർ ഒരു വാടക വീട്ടിലാണ് താമസിക്കുന്നത്. അവർക്ക് നിത്യച്ചിലവിന് പോലും വലിയ പ്രയാസം അനുഭവിക്കുന്നു. ആശുപത്രിയിൽ നിന്ന് കുഞ്ഞിന് ഡിസ്ചാർജായി വീട്ടിലേക്ക് പോകാൻ കഴിയാത്ത തരത്തിലുള്ള ഈ ആരോഗ്യ പ്രശ്നങ്ങൾ കുഞ്ഞിന് ഉണ്ടാകുന്നു എന്നതെല്ലാം തന്നെ ഒരു ഭാഗത്ത് നിൽക്കുന്നു. അതോടൊപ്പം തന്നെ എങ്ങനെയാണ് ഈ കുഞ്ഞിന്റെ കൈ മുറിച്ചു മാറ്റപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് എന്നത് സംബന്ധിച്ച് ഇപ്പോഴും ഒരു വ്യക്തത കുറവുണ്ട്. അന്ന് വാർത്താ സമ്മേളനം നടത്തിയ ഡോക്ടർമാർ പറഞ്ഞത് ഒരുപക്ഷെ വീഴ്ചയിൽ കയ്യിലേക്കുള്ള ഞരമ്പിലെ രക്തപ്രവാഹം നിലച്ചിരിക്കാം. 9 വയസ്സ് മാത്രമുള്ള ഒരു കുട്ടിയുടെ കയ്യിലെ രക്തപ്രവാഹം അങ്ങനെ പൂർണ്ണമായി വളരെ പെട്ടെന്ന് നിലയ്ക്കുമോ എന്ന ചോദ്യം ഉന്നയിക്കുമ്പോൾ അത്യപൂർവമായി നടക്കും. അത് പത്തോളജി റിപ്പോർട്ട് വന്നാൽ മാത്രമേ അത്തരം ഒരു സ്ഥിരീകരണം ലഭിക്കൂ എന്നാണ്. ആ കുഞ്ഞിന്റെ മുറിച്ചു മാറ്റിയ കൈ പത്തോളജി പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു. അതിന്റെ റിസൾട്ട് എന്തായി എന്ന് മെഡിക്കൽ കോളേജ് അധികൃതരാണ് വിശദീകരിക്കേണ്ടത്. അതിലും ഇപ്പോഴും ഒരു വ്യക്തതയില്ല. എന്തായാലും അവർക്ക് എങ്ങനെയാണ് കുഞ്ഞിന്റെ കൈ മുറിച്ചു മാറ്റപ്പെട്ടത് വളരെ വിശദമായി തന്നെ ചർച്ച ചെയ്തിരുന്നു. ഡോക്ടർമാരോട് ഉൾപ്പെടെ വിദഗ്ധരോടൊക്കെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആരായുകയും ചെയ്തിരുന്നു. അന്നൊക്കെ പറഞ്ഞത് അത്യപൂർവമായി സംഭവിക്കുന്ന ഒന്നാണ് ആ കുഞ്ഞിന് സംഭവിച്ചിട്ടുള്ളത്. ഇൻഫെക്ഷൻ ആകുന്നു, പക്ഷെ പിന്നീട് മറ്റ് വഴികളൊന്നും ഇല്ലാത്തത് കൊണ്ട് കൈ മുറിച്ചു മാറ്റേണ്ടി വന്നു എന്നാണ് പറയുന്നത്. പക്ഷെ നോക്കൂ, ഇവിടെ അത് തുടക്കത്തിൽ ഇങ്ങനെ ഒരു സാധ്യത, ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത വേണമെങ്കിൽ മുൻകൂട്ടി അത് ഡോക്ടർമാർ അറിയേണ്ടതാണ് എന്നതുകൂടി ചിലർ പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നു. ഇവിടെ ഇപ്പോൾ നോക്കൂ, ഇങ്ങനൊരു വലിയ സംഭവം ഉണ്ടായി. അതിനുശേഷം ഈ ചികിത്സാ പിഴവിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പോലും ആരുമില്ലാത്ത ഒരു സ്ഥിതിയിലേക്കല്ലേ എത്തിച്ചേർന്നിട്ടുള്ളത്? തീർച്ചയായും 2 ഡോക്ടർമാരെ ഈ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്ന് PG വിദ്യാർത്ഥിയാണ്, അതോടൊപ്പം തന്നെ മറ്റൊന്ന് ഈ ജൂനിയർ കൺസൾട്ടന്റ് ആണ്.
ഈ 2 ഡോക്ടർമാർക്കും ഒരു തരത്തിലുള്ള പിഴവും സംഭവിച്ചിട്ടില്ല എന്നാണ് KGMOയെ പറയുന്നത്. KGMOയെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ഉൾപ്പെടെ ഇത് സംബന്ധിച്ച് സസ്പെൻഷൻ വന്നതിന് പിന്നാലെ ഈ സമരം നടത്തുകയും ചെയ്തിരുന്നു. ഈ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഡോക്ടർമാരെ ബലിയാടാക്കുകയാണെന്നും ഒരു തരത്തിലുള്ള ചികിത്സാ പിഴവും നടന്നിട്ടില്ല, ഒരു തരത്തിലുള്ള ചികിത്സാ പ്രോട്ടോകോൾ ലംഘിക്കപ്പെട്ടിട്ടില്ല എന്നാണ് ഈ ഡോക്ടർമാർ പറയുന്നത്. KGMO അവരുടെ സംഘടനാ സംവിധാനത്തിന്റെ ശക്തി ഉപയോഗിച്ച് ഇങ്ങനെ വിശദീകരിക്കുമ്പോൾ പിന്നെ എങ്ങനെയാണ് ഈ 9 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിന്റെ കൈ മുറിച്ചു മാറ്റിയത് എന്തിനാണ് എന്ന ചോദ്യം അവശേഷിക്കുകയാണ്. ആ കുഞ്ഞിന്റെ മാതാപിതാക്കൾക്ക് മാത്രമല്ല എല്ലാവർക്കും അറിയാൻ താല്പര്യമുള്ള ഒരു കാര്യമാണ്. വീണ് കൈ ഒടിഞ്ഞു കഴിഞ്ഞാൽ ഈ 3-ാം ദിവസം അല്ലെങ്കിൽ 4-ാം ദിവസം ആ കുഞ്ഞിന്റെ കൈ ഇല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ കൈ മുറിച്ചു മാറ്റേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? അത് മെഡിക്കൽ കോംപ്ലിക്കേഷൻ എന്നാണ് പറയുന്നത്. അത് എന്താണ്, അത് എങ്ങനെ സംഭവിച്ചു എന്ന് വിശദീകരിക്കേണ്ടത് ആരോഗ്യ മേഖലയിലുള്ള ആളുകൾ തന്നെയാണ്. അത് ഈ പത്തോളജി പരിശോധനയ്ക്ക് ശേഷം പറയും എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ അത് സംബന്ധിച്ചും മെഡിക്കൽ കോളേജിൽ നിന്ന് ഇതുവരെ ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ കുഞ്ഞിന്റെ മുറിച്ചു മാറ്റിയ കൈയിന്റെ ഭാഗം ഈ പത്തോളജി പരിശോധനയ്ക്ക് വിധേയമാക്കുകയും അതിൽ നിന്ന് എങ്ങനെയാണ് രക്തപ്രവാഹം കയ്യിലേക്ക് നിലച്ചത് എന്ന് കണ്ടെത്താൻ കഴിയും. അത് എങ്ങനെ നിലച്ചു എന്ന് ഒരു വ്യക്തത വരേണ്ടതുണ്ട്. അതും ഇപ്പോഴും വ്യക്തതയാണ്. അതോടൊപ്പം ഈ കുഞ്ഞിന്റെ മാതാപിതാക്കളും മുത്തശ്ശനും മുത്തശ്ശിയും ഉൾപ്പെടെയുള്ള ആളുകളും വലിയ സാമ്പത്തിക ഞെരുക്കം കൂടി അവർക്കുണ്ടാകുന്നു. ആ കുഞ്ഞിനും അവരുടെ മാതാപിതാക്കൾക്കും ഈ ആശുപത്രി വിടാൻ കഴിയാതെ കുഞ്ഞിന്റെ കൈ നഷ്ടപ്പെട്ട ഇതിപ്പോൾ ഇനി ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത അത്ര സങ്കടകരമായ അവസ്ഥയിലാണോ ആ കുടുംബമുള്ളത്? അവരുടെ ദൈനംദിന കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? ഈ ചികിത്സ മാത്രം പോരല്ലോ, ഇനി അങ്ങോട്ടുള്ള കുഞ്ഞിന്റെ പഠനം, കുഞ്ഞിന്റെ തുടർ ചികിത്സ, ഇനിയിപ്പോൾ കൃത്രിമ കൈവയ്ക്കണമെങ്കിൽ അത്തരം ഒരുപാട് കാര്യങ്ങൾ മുന്നിൽ നിൽക്കുകയാണല്ലോ ആ കുടുംബത്തെ സംബന്ധിച്ച്. തീർച്ചയായും ആ കുഞ്ഞിന്റെ ചികിത്സ എന്നതിനാണ് അവർ ഇപ്പോൾ പ്രാഥമിക പരിഗണന നൽകുന്നത്. ആ കുഞ്ഞിന്റെ ഈ മാനസിക ഈ സമ്മർദ്ദം നേരിടുന്നുണ്ട്. ഇതെല്ലാം ലഘൂകരിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കുഞ്ഞിന്റെ അച്ഛൻ ജോലിക്ക് പോയാൽ മാത്രമേ ആ കുടുംബം അവർക്ക് ഈ നിത്യ കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിയുള്ളൂ. ഭക്ഷണം കഴിക്കാൻ പോലും അത് ആണ് അവർക്ക് വേണ്ടത്. ഈ പ്രായമായ മുത്തശ്ശനും മുത്തശ്ശിയുമായാണ് പിന്നീട് ഉള്ളത്. അതുകൊണ്ട് അവർക്ക് അവരുടെ ദൈനംദിന കാര്യങ്ങൾ പോലും ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം വന്നിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ കുഞ്ഞിനും മാതാപിതാക്കൾക്കും കുടുംബാംഗങ്ങൾക്കും എല്ലാമുള്ള മാനസിക സമ്മർദ്ദം മറ്റൊരു ഭാഗത്ത് ഉണ്ടാകുന്നു. അതിന് സർക്കാരിൻ്റെ ഒരു പിന്തുണ വേണമെന്നൊരു ആവശ്യം കൂടിയാണ് അവർ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ച് നമ്മുടെ പ്രതിനിധി സലാമിനോട് പങ്കുവച്ചിരിക്കുന്നത്. എന്തായാലും സർക്കാർ അന്ന് നൽകിയ ഉറപ്പ് ഈ പശ്ചാത്തലത്തിലെങ്കിലും പാലിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പാവപ്പെട്ട കുടുംബമാണ്, സാധാരണ കുടുംബമാണ്. അവരുടെ ഏക പ്രത്യാശ എന്ന് പറയുന്നത് ഇനി സർക്കാർ തന്നെയാണ്.